ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും രേവതിയും തമ്മിലുള്ള വഴക്ക് അങ്ങനെ നടക്കുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിക്കണം, പഠിക്കാൻ പോകുന്നു പറഞ്ഞ് പല പണിക്കും പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും, അവൻ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ പണിക്കൊക്കെ പോയി നല്ല കുട്ടിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കും, പണിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് പണിക്കാണ് പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, അവൻ ഡാറ്റ എൻട്രി പണിക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഡാറ്റ എൻട്രി. അപ്പോൾ തന്നെ ചന്ദ്ര പറയും, ഡാറ്റ എൻട്രിയുടെ പേരും പറഞ്ഞ് അവൻ വല്ല മോഷണത്തിനായിരിക്കും പോകുന്നത്, പണ്ട് ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചില്ലേ, അതുപോലെ എന്തെങ്കിലും മോഷ്ടിച്ചൊക്കെ ഉള്ള പണിയായിരിക്കും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ വർഷ ചോദിക്കും, ചേച്ചിയുടെ അനിയൻ തീഫാണോ എന്ന് ചോദിക്കും. രേവതിക്ക് അത് വല്ലാത്ത സങ്കടമാവും, കാരണം എല്ലാവരുടെയും മുമ്പിലും അനിയൻ പിന്നെയും കള്ളൻ എന്നൊക്കെ പിന്നെയും എത്ര നന്നായാലും പിന്നെയും കള്ളം പട്ടം ചാർത്തി കൊടുക്കുമ്പോൾ അതൊരു സങ്കടമാണല്ലോ. രേവതിക്ക് അറിയില്ലല്ലോ അനിയൻ ഇപ്പോഴും ആ മോശം വഴി കൂടിയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറയും, ചന്ദ്രേ അവളെ പണ്ടത്തെ കാര്യം പറഞ്ഞ് ഇനി ഒരാളെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ പറയും. എന്നിട്ട് സച്ചിയോട് പറയും, മോനെ നീ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ നീ എന്തായാലും അവനെ ഹോസ്പിറ്റലിൽ പോയി കാണണം എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അനിയത്തിയെടുത്ത് മെഡിസിൻ മേടിക്കാൻ പറയുമ്പോഴേക്കും അനിയത്തി മെഡിസിൻ മേടിക്കാൻ പോവും. അമ്മക്കൊരു കോള് വരുമ്പോൾ അമ്മ പുറത്ത് നിൽക്കും. ഈ ടൈമിലാണ് സച്ചി ശരത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. ഹോസ്പിറ്റലിൻ്റെ ഡോറൊക്കെ അടച്ച് സച്ചി ശരത്തിൻ്റെ അടുത്തോട്ട് പോവും. എന്നിട്ട് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് കൈ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് ദേഷ്യത്തിൽ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും, നീ എന്താടാ പിന്നെയും ഇതാവാൻ നോക്കുവാണോ, എൻ്റെ നിന്ന് കിട്ടിയതൊന്നും മതിയായില്ലേ. അപ്പോൾ പറയും, അപ്പോൾ ശരത്തൊന്നും മിണ്ടില്ല, ദേഷ്യം വന്ന് തന്നെ ഇരിക്കുവാണ്. സച്ചി പറയും, ലോൺ കൊടുക്കുന്നതും പലിശ എടുക്കുന്നതും കൊടുക്കുന്നതൊക്കെ അവർ തമ്മിലുള്ള ഇടപാടാണ്, നീ എന്തിനാ അതിലൊക്കെ ഇടപെട്ട് മഹേഷിനൊക്കെ തല്ലാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, അത് പിന്നെ എൻ്റെ സുഹൃത്തിനെ അടിക്കുന്നത് കണ്ടാൽ ഞാൻ തല്ലില്ലേ, ഇപ്പോൾ മഹേഷിനെ അടിച്ചതുകൊണ്ടല്ലേ ചേട്ടൻ എന്നെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഞാൻ അതുകൊണ്ടല്ല നിന്നെ തല്ലിയെന്ന് പറയും, നിന്നെ അന്വേഷിച്ച് അതിന് മുമ്പേ ഞാൻ നിൻ്റെ വീട്ടിലും കോളേജിലൊക്കെ പോയിരുന്നു, ക്ലാസ്സിലും കയറാതെ നീ കറങ്ങി നടക്കുവാണല്ലേ ഇങ്ങനെ ഗുണ്ടാ പിരിവുമായിട്ടൊക്കെ. അപ്പോൾ അനിയൻ പറയും, ശരത്ത് പറയും, അതിന് ക്ലാസ് കട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണയല്ലേ, ക്ലാസ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും ക്ലാസ്സൊക്കെ കട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ പറയും, ക്ലാസ് കട്ട് ചെയ്യൽ മാത്രമല്ല മോഷണം ഉണ്ടല്ലേ നിനക്കെന്ന് പറയുമ്പോൾ ശരത്തിന് ദേഷ്യം വരും, നിങ്ങൾ ചെയ്ത തെറ്റെന്താ മറയ്ക്കാൻ നോക്കുവാണോ ഓരോ കള്ളം പറഞ്ഞത് ശരത്ത് ചൂടാവുകയാണ്. അപ്പോൾ സച്ചി പറയും, തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ വീഡിയോ ശരത്തിനെ കാണിച്ചെടുക്കും. പിന്നെ ശരത്തിനൊന്നും പറയാൻ പറ്റില്ല, ശരത്തിനാകെ ടെൻഷനാകും കേട്ടോ, ഈ വീഡിയോ സച്ചിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് സച്ചി പറയും, എൻ്റെ അമ്മയുടെ പേഴ്സാണ് അതും നീ മോഷ്ടിക്കുന്നത്, ഇനി നിനക്കൊന്നും പറയാനില്ലേടാ എന്ന് പറയുമ്പോഴും ശരത്തിന് വലിയ ഭാവമാറ്റമൊന്നുമില്ല. അപ്പോൾ സച്ചി ചീത്ത പറയും, എന്നിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ ഒരു കൂസലും ഇല്ലാതെ, ഈ വീഡിയോ ഞാൻ നിൻ്റെ ചേച്ചിയെ കാണിച്ചെങ്കിൽ നിൻ്റെ വീട്ടുകാരെ കാണിച്ചെങ്കിൽ അവരെത്രമാത്രം വിഷമിക്കുമെന്ന് നിനക്ക് അറിയാവോടാന്നൊക്കെ ചോദിക്കുമ്പോഴൊന്നും ശരത്തിന് ഒരു കൂസലും ഇല്ല കേട്ടോ. ശരത്ത് പറയും, അതിലെന്താ തെറ്റെന്ന്. അപ്പോൾ സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും, ഞാൻ അടിച്ചടി നിന്റെ തലക്കും കൊണ്ടോടാ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് അപ്പോഴൊരു കൂസലില്ലാതെ നിൽക്കുവാണ് കേട്ടോ. സച്ചി പറയും, ഞാൻ ഈ വീഡിയോ വീട്ടിൽ കാണിക്കാൻ വേണ്ടി അന്ന് വന്നതാണ്, അപ്പോൾ നിന്റെ അമ്മയുടെ പ്രതീക്ഷയൊക്കെ കേട്ട് രേവതി ആയാലും പൂക്കടയൊക്കെ ഇട്ട് ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, അവരൊക്കെ ഈ വിവരം പറഞ്ഞാൽ അവരൊക്കെ എന്ത് സങ്കടപ്പെടൂടാ, നിനക്ക് എന്താണ് ഒരു കൂസലും ഇല്ലാത്തതെന്ന് പറയുമ്പോഴും ശരത്ത് മുഖം കൊണ്ട് ഒരു പുച്ഛഭാവമാണ് കേട്ടോ സച്ചിക്ക് കാണിക്കുന്നത്. നാണക്കേട് കൊണ്ട് അവർക്കൊക്കെ ഇക്കാര്യം ഇറങ്ങി നടക്കാൻ പറ്റുമോടാ, നിന്റെ ചേച്ചിക്ക് അവൾ നിന്നെ എന്തോരം പ്രതീക്ഷ വെച്ചിട്ടാണ് നിൽക്കുന്നതെന്നറിയോ, നീ കാരണം കുടുംബം നന്നാവും, നീ പഠിച്ച് വലിയ ആളാവും എന്നൊക്കെയാണ് രേവതി വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് സച്ചി കുറേയൊക്കെ ഉപദേശിക്കും കേട്ടോ, ശരത്തിൻ്റെ തലയിൽ ഇതൊന്നും കയറുന്നില്ല. ശരത്ത് പറയുവാണ്, പറഞ്ഞു കഴിഞ്ഞോ, ഇനി എന്നാൽ ഞാൻ പറയാനുള്ളത് പറയട്ടെ എന്ന് പറഞ്ഞ് ശരത്ത് പറയുവാണ്, അന്നൊരു ദിവസം ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ അമ്മ എന്നെ പുച്ഛിച്ചു, നിങ്ങളുടെ ചേട്ടൻ എൻ്റെ കോളറൊക്കെ പിടിച്ചു, നിങ്ങളുടെ ശ്രുതി ചേച്ചിയും എന്നെ പുറത്താക്കി അവഹേളിച്ചു, അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇതിനൊക്കെ പക വീട്ടുമെന്ന്, അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തീർത്തു, അത്രേ ഉള്ളൂ എന്ന് ശരത്ത് പറയുവാണ്. അപ്പോൾ സച്ചി ചീത്ത പറയുന്നുണ്ട്, നിന്നെ ഒരാൾ കൊലയാളിന്ന് വിളിച്ചാൽ നീ അയാളെ പോയി കൊല്ലുവാടാന്ന് ചോദിക്കുവാണ് സച്ചി. അപ്പോൾ ശരത്ത് പറയുവാണ്, ഈ ലോകത്ത് പലരും പലതരത്തിലുള്ള മോഷണങ്ങൾ ചെയ്യുന്നുണ്ട്, പണമാണ് മുഖ്യം, പണം ഉണ്ടെങ്കിൽ ബഹുമാനവും സ്നേഹവും ഒക്കെ കിട്ടും, നിങ്ങളുടെ വീട്ടിൽ 3 മരുമക്കളില്ലേ, ബാക്കി 2 മരുമക്കൾക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയും എൻ്റെ ചേച്ചിക്ക് കിട്ടുന്നുണ്ടോ, ഇല്ല, കാരണം ബാക്കി 2 മരുമക്കളും പണക്കാരാണ്, എൻ്റെ ചേച്ചിക്ക് അതില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പണമാണ് മുഖ്യം, അതാദ്യം മനസ്സിലാക്കുന്ന ശരത്ത് പറയുവാണ്, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ മുറ്റത്തൂരി വെക്കുന്ന ചെരുപ്പ് പോലെയാണ് നിങ്ങളുടെ അമ്മ ഞങ്ങളോട് പെരുമാറുന്നത്, ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ ശരത്തിൻ്റെ ന്യായീകരണമൊക്കെ കേട്ടിട്ട്. അപ്പോൾ എന്നിട്ട് സച്ചി പറയും, എടാ പണമല്ല, നമ്മുടെ മനസാക്ഷിക്കൊത്ത് ജീവിക്കണം, മനസാക്ഷിയെ ഭയന്നും ജീവിക്കണം, അല്ലാതെ പണത്തിൻ്റെ പിറകെ ഓടരുത്.
അപ്പോൾ ശരത്ത് പറയും എനിക്ക് നല്ല നിലയിൽ ജീവിക്കണം, എനിക്ക് കുറേ കാശുണ്ടാക്കണം. അപ്പോൾ സച്ചി പറയും എടാ പണിയെടുത്ത് ജീവിക്കടാ, പണിയെടുത്ത് ജീവിച്ചാൽ തന്നെ നീ നല്ല നിലയിലെത്തും, പഠിക്കുക ആദ്യം എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് സച്ചിയുടെ ജോലിയെ പുച്ഛിക്കുവാണേ. എന്നിട്ട് എന്തിനാ നിങ്ങളെ പോലെ പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടാനാ? ഡ്രൈവർ പണിക്ക് പോകാനോ? നിങ്ങളെപ്പോലെ ഡ്രൈവർ പണിക്ക് പോയിട്ട് എന്ത് വരുമാനം കിട്ടാനാ? എൻ്റെ ചേച്ചിക്ക് കുറേ സ്വർണം മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ടൊരു ചെറിയ താലി മാലയല്ലേ നിങ്ങൾ മേടിച്ചു കൊടുത്തുള്ളൂ. എന്നിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പറയുന്നു. നിങ്ങളുടെ വരുമാനം കൊണ്ട് എന്തുണ്ടാവാനാന്നൊക്കെ പറഞ്ഞ് സച്ചിയെ അവഹേളിക്കുവാണ് ശരത്ത്. ഇതൊക്കെ കേട്ട് സച്ചി ഷോക്കായി നിൽക്കുവാണേ. എന്നിട്ട് സച്ചി പറയും എടാ എത്ര കാലം എടുത്താലും ഞാൻ അധ്വാനിച്ച് തന്നെ മേടിച്ചു കൊടുക്കുള്ളൂ, അല്ലാതെ നിന്നെപ്പോലെ മോഷ്ടിച്ചൊന്നും മേടിച്ചു കൊടുക്കൂല, നിന്നെപ്പോലെ നാണമില്ലാതെ ജീവിക്കൂല. അപ്പോൾ ശരത്ത് പറയും അതിനെന്തിനാ നാണിക്കുന്നത്? ദരിദ്രനായി ജനിച്ചത് എൻ്റെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായി ജീവിക്കുന്നത് എൻ്റെ കുറ്റം തന്നെയാണെന്നാണ് ശരത്ത് പറയുന്നത്. എനിക്ക് പണമാണ് മുഖ്യം, നിങ്ങളുടെ അമ്മയുടെ പണം മോഷ്ടിച്ചതിന് നിങ്ങൾ എൻ്റെ കൈ ഒടിച്ചു, ഇനി പോകാൻ നോക്കുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഓടിക്കാൻ നോക്കുവാണ് ശരത്ത്. സച്ചിക്ക് ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുവാണ് ഞാൻ ഒരാളോടും ഇത്രയും താഴ്ന്ന് സംസാരിച്ചിട്ടില്ല, രേവതിയുടെ അനിയനായതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ ഈ വീഡിയോ അവിടെ കാണിച്ചാലുണ്ടല്ലോ. അപ്പോൾ ശരത്ത് പറയും നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുവാണോ? കൊണ്ടേ കാണിക്കേ, എനിക്കൊരു ചുക്കുമില്ല, വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കൊണ്ടേ കാണിച്ചോ, എനിക്ക് എൻ്റെ ആൻ്റണി ചേട്ടൻ ഉണ്ടെന്നാണ് പറയുന്നത്. നിനക്ക് നിന്റെ ആൻ്റണി ചേട്ടനാണോടാ വീട്ടുകാരെക്കാളും വലുതെന്ന് സച്ചി തിരിച്ച് ചൂടാവുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടോ ശരത്തിൻ്റെ തല കയറുന്നില്ല. ശരത്തിന് സച്ചിയോട് നല്ല ദേഷ്യമുണ്ട്. സച്ചിക്ക് തിരിച്ചു. നീ ഇപ്പോൾ ഒരു ക്രിമിനലിനെ പോലെയാണ് സംസാരിക്കുന്നതെന്നാണ് സച്ചി പറയുന്നത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം സഹിച്ചത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്കിയെന്ന് ശരത്ത് പറയുവാണ്. എന്നിട്ട് സച്ചിയോട് പറയും നിങ്ങളൊരു ഡ്രൈവറാണ്, കുടിയനാണ്, കേവലം 100-200 രൂപയ്ക്ക് വേണ്ടി ഓടുന്ന ഒരാൾ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോലും വിലയില്ല, നിങ്ങളെ കെട്ടിയതോടെ എൻ്റെ ചേച്ചിയുടെ ജീവിതവും പോയി എന്നൊക്കെ പറഞ്ഞ് ശരത്ത് കളിയാക്കുവാണ് സച്ചിയെ. എന്നെ തിരുത്താൻ നിങ്ങളാരാ, ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് പറഞ്ഞ് സച്ചിയെ ആട്ടി ഇറക്കുവാണ് ശരത്ത്. ഇത് കേട്ട് സച്ചി ശരത്തിനെ ഒന്നുകൂടെ അടിക്കാൻ പോകുമ്പോഴേക്കും സിസ്റ്റർ മുറിയിലോട്ട് കടന്നു വരും. അതോടെ ശരത്തിന് കിട്ടാനുള്ള ആ അടി മിസ്സായിപ്പോയി. പിന്നെ കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന സച്ചിയാണ്. ശരത്ത് ഓരോന്നും പറഞ്ഞത് ഓർത്ത് സച്ചി അവിടെ ഇരുന്ന് മദ്യപിക്കുവാണ്. അപ്പോഴേക്കും മഹേഷ് വരും. എന്താടാ സച്ചി, കുടിക്കല്ലേടാന്ന് പറഞ്ഞ് കുപ്പിയൊക്കെ മാറ്റി വെക്കും. നിനക്ക് എന്ത് പറ്റിയടാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി നടന്ന കാര്യമൊക്കെ പറയും. അവൻ ആ വീഡിയോ കാണിച്ചിട്ടും അവൻ ഒരു മാറ്റവും ഇല്ല, അവൻ്റെ ആൻ്റണി ചേട്ടൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിതാക്കുന്നത്. അവന് ഒരു വിലയില്ലാതെ അവനെൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചത്, എന്നെ ഡ്രൈവർ, ഗതിയില്ലാത്തവൻ, ഭാര്യയ്ക്ക് സ്വർണം മേടിക്കാൻ ഗതിയില്ലാത്തവൻ എന്നൊക്കെ വിളിച്ച് അവഹേളിച്ചു. സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. എന്നിട്ട് സച്ചി പറയും രേവതി ഒന്നാണ്ട് പൂക്കടയൊക്കെ ഇട്ട് ഇപ്പോഴാണ് ഇത്തിരി ഹാപ്പി ആവുന്നത്, അവളൊക്കെ എന്തെങ്കിലും അറിഞ്ഞാലെന്നൊക്കെ പറഞ്ഞ് സച്ചി വളരെ വിഷമത്തോടെ നിൽക്കുവാണ്. മഹേഷിനും എന്ത് പറയണമെന്നറിയില്ല. സച്ചിയെ ശരത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മഹേഷിനും ഒരുപാട് സങ്കടമായി. അപ്പോൾ ഇനി എന്തായാലും ശരത്ത് രേവതിയോട് ഏതായാലും സച്ചിയെ കള്ളനാക്കിയായിരിക്കും ഇനി സംസാരിക്കാൻ പോകുന്നത്. നാളെ ഞാൻ വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.